ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കട്ടോ. മൈദപ്പൊടി എടുക്കുക, നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അപ്പത്തിനരച്ചിച്ച മാവില്ല, അരിമാവ് ഇട്ട് കൊടുത്തേക്കാണ്. ആവശ്യത്തിന് പഞ്ചസാരയും ഒരു നുള്ളുപ്പും നമ്മളെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ എള്ളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അല്പം മഞ്ഞൾപ്പൊടി, ഞാൻ വെളുത്തുള്ളും കറുത്തുള്ളും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊരിഞ്ഞ് വരുമ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ചൂടുവെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തിളച്ച വെള്ളമൊന്നുമല്ല കേട്ടോ. നമ്മൾ കൈയിട്ട് നോക്കുമ്പോൾ കൈ പൊള്ളരുത് കേട്ടോ. ചൂടാകും വേണം. അങ്ങനത്തെ വെള്ളം വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ വേണ്ടത്. എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തോണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കത് പഴംപൊരി ചുട്ടെടുക്കാം കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ വെച്ച് നന്നായി തിളച്ച് വരുമ്പോൾ പഴം മുറിച്ച് മാവിൽ മുക്കിയാണ്ട് പൊരിച്ചെടുക്കാം കേട്ടോ. നല്ല ഉഷാറായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പഴംപൊരി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ.